ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC എൽസാത്രി എന്ന കപ്പൽ 2025 മെയ് 25 കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ മുങ്ങിത്താണു. മാധ്യമങ്ങളിൽ ഇതൊരു വാർത്തയായി നിറഞ്ഞപ്പോൾ പലർക്കും ഇതൊരു സാധാരണ കടൽ അപകടം പോലെ തോന്നിയിരിക്കും. പക്ഷേ ഇതൊരു ചെറിയ സംഭവമല്ല. ഇതൊരു വലിയ എൻവയോൺമെന്റൽ വേക്കപ്പ് കോൾ ആണെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഇതൊരു വലിയ ദുരന്തമായി മാറിയില്ലെങ്കിലും ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഓയിൽ സ്പിൽ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്താൻ പോകുന്നത്. എന്താണ് ഓയിൽ സ്പിൽ? എങ്ങനെ ഇത് സംഭവിക്കുന്നു? എന്താണ് കേരള തീരത്ത് സംഭവിച്ചത്? എന്താണ് അതിൻ്റെ അപകട ഭീഷണി? നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്താണ് ഓയിൽ സ്പിൽ? ഓയിൽ സ്പിൽ എന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ, കടലിൽ അല്ലെങ്കിൽ മറ്റു ജലസ്രോതസ്സുകളിൽ ചോർന്നു പോകുന്നതാണ്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ ഒരു ഗുരുതര രൂപമാണ്. ഇത് പൊതുവെ സംഭവിക്കുന്നത് പൈപ്പ് ലൈനുകൾ ചോർന്നു പോകുമ്പോഴോ, വലിയ എണ്ണക്കപ്പലുകൾ കടലിൽ മുങ്ങുമ്പോഴോ, അല്ലെങ്കിൽ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളിൽ തകരാറുണ്ടാകുമ്പോഴോ ആണ്. ഓയിൽ ചോർന്നയിടം, അവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ, ജീവജാലകങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥ, ഓയിൽ എത്രത്തോളം ചോരുന്നു, എവിടെയാണ് ചോർന്നത് എന്നിവ ദോഷഫലങ്ങളെ നിശ്ചയിക്കുന്നു. കടലിൽ ഓയിൽ ചേരുമ്പോൾ ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലകങ്ങൾക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. ഫലമായി മത്സ്യബന്ധനം തകർക്കുകയും തീരപ്രദേശങ്ങളിലെ ടൂറിസം ഇടിയുകയും പ്രദേശവാസികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരികയും ചെയ്യുന്നു. പൊതുവെ ഓയിൽ സ്പിൽ കടൽ ജീവിതത്തെ രണ്ട് രീതിയിൽ ബാധിക്കുന്നു. ഒന്ന് ഫൗളിംഗ് ഓർ ഓയിലിംഗ്, മറ്റൊന്ന് ഓയിൽ ടോക്സിസിറ്റിയാണ്. ഫൗളിംഗ് അല്ലെങ്കിൽ ഓയിലിംഗ് സംഭവിക്കുന്നത് ഓയിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഫിസിക്കലി ബാധിക്കുമ്പോഴാണ്. അതായത് ഓയിൽ പക്ഷികളുടെ ചിറകുകളെ ആവരണം ചെയ്യുകയും അവയ്ക്ക് പറക്കാൻ കഴിയാതെ വരികയും അതുപോലെ സീ ഓട്ടർ പോലെയുള്ള കടൽ ജീവികളുടെ രോമങ്ങളുടെ ഇൻസുലേഷൻ ഗുണങ്ങൾ ഇല്ലാതാക്കുകയും ഹൈപ്പോതെർമിയയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് കടൽ ജീവികളുടെ ജീവന് വളരെ വലിയ ഭീഷണിയാണ്. ഇനി എന്താണ് ഓയിൽ ടോക്സിസിറ്റി? ഓയിലിൽ നിരവധി വിഷസംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ വിഷസംയുക്തങ്ങൾ ഹൃദയാഘാതം, വളർച്ചാ മുരടിപ്പ്, രോഗപ്രതിരോധ ശേഷി കുറയ്ക്കൽ, മരണം പോലും സംഭവിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. കടലിൽ ഓയിൽ ചേരുമ്പോൾ ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും മത്സ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഇത് അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇനി ഒരു ഓയിൽ സ്പില്ല് നടന്നാൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റഡി അനുസരിച്ച് പറയുകയാണെങ്കിൽ, ബൂംസ് എന്ന ഫ്ലോട്ടിംഗ് ബാരിയർ ഉപയോഗിച്ച് ഓയിൽ കടലിൽ വ്യാപിക്കുന്നതിനെ തടയുന്നു. സ്കിമ്മേഴ്സ് എന്ന യന്ത്രങ്ങൾ ഓയിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഡിസ്പേഴ്സൻസ് ഉപയോഗിച്ച് ഓയിലിനെ ചെറിയ കണങ്ങളാക്കി മാറ്റുന്നു. ഇതിലൂടെ ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ഹാനികരമായ അളവ് കുറയ്ക്കാൻ കഴിയും. ഓയിൽ ബാധിച്ച പക്ഷികളെയും കടൽ ജീവികളെയും കണ്ടെത്തി ശുചീകരിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ അപകടങ്ങളിൽ എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കില്ല. ചില ജീവികൾ അത്ര എളുപ്പത്തിൽ കണ്ടെത്താനുമാവില്ല. ചിലത് കപ്പലിനും കടലിനുമിടയിൽ നശിച്ചു പോകുകയും ചെയ്യും. ഇനി കേരളത്തിൽ നടന്ന MSC എൽസാത്രി അപകടം വിശദമായി നമുക്ക് നോക്കാം. 2025 മെയ് 25 കൊച്ചിക്ക് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസാത്രി കപ്പൽ കടലിൽ മുങ്ങി. ഈ കപ്പലിൽ 640 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിൽ 13 അപകടകരമായ രാസവസ്തുക്കളും 12 കാൽസ്യം കാർബൈഡും ഉൾപ്പെടുന്നു. കൂടാതെ 84.44 ടൺ ഡീസലും 367.1 ടൺ ഫർണസ് ഓയിലും കപ്പലിൽ ഉണ്ടായിരുന്നതായും അറിയിച്ചു. കപ്പൽ മുങ്ങിയതോടെ എണ്ണ ചോർച്ചയും കണ്ടെയ്നറുകൾ കടലിൽ ചിതറുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കണ്ടെയ്നറുകൾ തീരത്തെത്തുകയും പരിസ്ഥിതി മലിനീകരണവും പൊതുജന ആരോഗ്യ ഭീഷണിയും ഉയർന്നു വരികയും ചെയ്തു. കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ ഹൈ ഫ്ലെയിമബിൾ അസറ്റലൈൻ ഗ്യാസ് ആണ് സൃഷ്ടിക്കുന്നത്. അതിനാൽ തീപിടുത്ത സാധ്യതയും പരിഗണിക്കേണ്ടതാണ്. കൂടാതെ ഇത് മത്സ്യബന്ധന മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഈ അപകടത്തിന് കാരണം കപ്പലിന്റെ സ്ഥിരത കുറവാണോ അതോ ലോഡിംഗ് പിശകാണോ എന്നതിൽ വ്യക്തതയില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നും പറയപ്പെടുന്നു. പക്ഷേ കൃത്യമായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ സമയമേറെ എടുക്കും. ഭാഗ്യവശാൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായി രക്ഷിക്കാൻ സാധിച്ചു. കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ഇന്ത്യൻ അതോറിറ്റികൾ ശക്തമായ ഓയിൽ സ്പിൽ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്താണ് ആ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ICGS സാക്ഷ്യം എന്ന പെട്രോളിംഗ് കപ്പലും മറ്റു ഓഫ്ഷോർ പെട്രോൾ വെസൽസും ഉടൻ സ്ഥലത്തെത്തിച്ചു. ഓയിൽ സ്പിൽ ഡിസ്പേഴ്സൻ സ്പ്രേ ചെയ്ത് ഓയിലുകളെ ചെറിയ കണങ്ങളായി നിയന്ത്രിച്ചു. ഇൻഫ്രാറെഡ് ക്യാമറയുടെ സഹായത്തോടെ എണ്ണയുടെ വ്യാപനം കണ്ടെത്താനും നിയന്ത്രിക്കാനും ശ്രമിച്ചു.
സമുദ്രപ്രഹരി പോലെയുള്ള വലിയ റെസ്പോൺസ് വെസൽസ് സ്ഥലത്തെത്തിച്ച് 24 മണിക്കൂറും പെട്രോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപകടകരമായ പ്രദേശമായ 20 നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നു. തീരത്ത് കണ്ടെയ്നറുകൾ കാണുന്നവർ 200 മീറ്ററിൽ അകലം പാലിച്ച് അധികൃതരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം മുതൽ കൊച്ചി വരെ കണ്ടെയ്നറുകളുടെ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഓയിൽ സ്പിൽ അപകടങ്ങൾക്ക് ദീർഘകാല ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും ഗുരുതരമായി ബാധിക്കുന്നതാണ്. ഈ സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന്റെയും സംസ്ഥാന അതോറിറ്റികളുടെയും വേഗത്തിലുള്ള ഇടപെടൽ പ്രശംസനീയമാണ്. പക്ഷേ ഈ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കടൽ ഗതാഗതത്തിൽ കൂടുതൽ സംരക്ഷാ മാനദണ്ഡങ്ങളും ജാഗ്രതയും അനിവാര്യമാണ്. എണ്ണച്ചോർച്ചകളും ഇത്തരം ഷിപ്പിംഗ് അപകടങ്ങളും നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ദൈർഘ്യമേറിയ വിധത്തിൽ ബാധിക്കും. ഇന്നത്തെ ഈ സംഭവം നമുക്കൊരു മുന്നറിയിപ്പാണ്. നാളെയുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.